വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക് മന്ത്രിസഭാ യോഗം 351.48 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് ഉൾപ്പെടെയാണിത്. കിഫ്കോൺ സാങ്കേതിക അനുമതി പുറപ്പെടുവിക്കേണ്ടതാണെന്ന നിബന്ധനയോടെയാണ് ഭരണാനുമതി നൽകിയത്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് വയനാട് ദുരന്തത്തിലെ ഇരകൾക്കായി സർക്കാർ ടൗൺഷിപ്പ് തയ്യാറാക്കുന്നത്. സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടറിലാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുക. 6 മാസത്തിനകം ടൗൺഷിപ്പ് പൂർത്തിയാക്കാനാണ് പദ്ധതി. ഓരോ കുടുംബത്തിനും 7 സെന്റിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിക്കുന്നത്. ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ, മൾട്ടിപർപ്പസ് ഹാൾ, ലൈബ്രറി എന്നിവ ഉൾപ്പെടെയാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. വയനാട് ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന വീടുകളുടെ മാതൃകാ വീടിന്റെ ജോലിയും പുരോഗമിക്കുകയാണ്. ഈ വീടിന്റെ നിർമ്മാണം ഏപ്രിൽ 16 തുടങ്ങി. 70 ദിവസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കും. ശേഷം വീട് ഗുണഭോക്താക്കൾക്കായി പ്രദർശിപ്പിക്കും. വീടിന്റെ ഗുണമേന്മ ഓരോരുത്തർക്കും പരിശോധിക്കാൻ അവസരം ലഭിക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത്. ഈ വീടിന്റെ പ്രവൃത്തിക്കൊപ്പം ടൗൺഷിപ്പിലെ മറ്റു വീടുകളുടെ പ്രവൃത്തികളും തുടങ്ങിയിട്ടുണ്ട്.